ഹായ് ഗൈസ്, ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ വാലന്റൈൻ ഉള്ളവരൊക്കെ ആഘോഷിക്കുക. തൽക്കാലം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും സനയും കൂടി വർക്കിന് പോകാൻ തീരുമാനിച്ചു. ആർക്കിയോളജിക്കൽ സർവേൻ്റെ എന്തോ പേപ്പർ കൊടുക്കണ വർക്കോ അങ്ങനെ എന്തോ സനു പറഞ്ഞു. വർക്ക് എന്താ ഏതാണെന്നൊന്നും അറിയില്ല. കൂടെ പോയാൽ പൈസ കിട്ടും, ഫുഡ് കിട്ടും എന്നറിയാം. പിന്നെ വെറുതെ വീട്ടിലിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് വർക്കിന് പോകാൻ വിചാരിച്ചു. പിന്നെ സനുവിനോട് താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കാണുക. കാരണം സനു മാത്രമേ ഉള്ളൂ ഈ വ്ളോഗിൽ. മിക്കതും സനുവിൻ്റെ ആയിരിക്കും വോയിസ് ഓവർ, സനുവിൻ്റെ പറ്റിയായിരിക്കും. വേറെ ആരും എടുക്കാനില്ലല്ലോ. മറ്റേതാണ് കോളേജിലെങ്കിൽ 4-5 പേര് വേറെ ഉണ്ടാവും. അപ്പോൾ സനുവിൻ്റെ പെർസ്പെക്റ്റീവ് അങ്ങനെയാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സനുവിനോട് താല്പര്യമുള്ളവർ വീഡിയോ ഉണ്ടാവും. വർക്കിന് പോകാൻ പോകുന്നു. വർക്ക് എന്താ ഏതാന്ന് പോലും അറിയാണ്ടാണ് ഇവൻ്റെ കൂടെ പോണേ. അപ്പോൾ പിന്നെ ഫുഡ് വാങ്ങി തരാ, പൈസ തരാന്നൊക്കെ പറഞ്ഞു. തരില്ല, എന്നാലും വെറുതെ പോണെന്ന് മാത്രം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് വർക്ക്. അങ്ങനെ വർക്കിന് പോകേണ്ട പ്ലാൻ അഡപടലമായി പരാജയപ്പെട്ടിരിക്കുന്നു. 2ാം ശനിയാഴ്ച ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ വന്നിട്ട് വർക്ക് ഉണ്ടാക്കി. ഞാനും മറന്ന് കളിയാ പോവാ. റെഡി, ഓക്കെ. ഇനിയിപ്പോൾ വേറെ അതൊക്കെ സ്ഥലത്തേക്ക് പോകാൻ പറയും. വർക്ക് പോയി, ഇനി കറങ്ങാൻ പോകും. അങ്ങനെ കറങ്ങാ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലവും കിട്ടാത്തതുകൊണ്ട് കൊച്ചി വിടാൻ തീരുമാനിച്ചു. അപ്പോൾ അറിയണവർക്ക് അറിയില്ല, ഇത് ജോ സ്ട്രീറ്റാണ്. അങ്ങനെ ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ തത്രപ്പാടും ഈ അലച്ചിലാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് എടുക്കണതിന് പകരം സനു റൈറ്റ് എടുത്ത് കേസ്. അങ്ങനെ ഫൈനലി കിട്ടി, വീട് കിട്ടി. ഞങ്ങൾ ചോദിച്ചെത്തി. അപ്പോൾ വീട് കൊള്ളാം. ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട്. ഞങ്ങളവിടെ കിടന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം. അപ്പോൾ മദാന്മാർ നോക്കിയിട്ട് ഹായ് ഗൈസ്. അത് കണ്ടിട്ട് സനു തിരിച്ച് ഹായ് മാം, ഹായ് ഹലോ എന്ന് ഒരേ അവസരം മുതലേക്ക് എന്തൊരു ഗൈസ്. കറക്റ്റ് ടൈമിൽ പഴയ ബെൻസ്, ആ വീടിൻ്റെ മുന്നേ കൂടെ പഴയ ബെൻസ്, ബിഗ് ബി ഷൂട്ട് ചെയ്ത ആ വീട്, ഇതൊക്കെ ഒറ്റ ഫ്രെയിമിൽ ആ ഷോട്ടിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് സനു താരം. ഞാൻ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചാൽ അവനവിടെ ആദ്യം കയറി നിൽക്കും. എന്നിട്ട് പറയാം ആദ്യം അവൻ്റെ അടുത്ത്, എന്നിട്ട് എഴുതിയിട്ട് എന്നിട്ട് എന്നെ കുറ്റം പറയും, എന്തിനാണ് അത്രയും ഫോട്ടോ എടുക്കണേ. അവിടെ ജ്യൂസ് സ്ട്രീറ്റ്, അവിടെ കായൽ വെച്ച് ഒരു കാര്യം കാണിച്ചിട്ട് ലോകമാണ്. അവിടെ നീ നല്ല ഭാഷ ഉപയോഗിക്കൂ, എനിക്ക് ഇടാനുള്ളതാണ്. ആശാൻ ഒറ്റയ്ക്ക് നടന്നു പോണി. ഞാൻ പോകുമ്പോൾ കണ്ണോക്കി, ഞാൻ കണ്ണടിക്ക് പോണോക്കി, കണ്ണോക്കി കിട്ടിയാ എന്നെ തന്നെ.
ആശാൻ്റെ ഇടയ്ക്ക് മൂട് കയറിയ ഒടുക്കത്തെ സ്പീഡാണ്, ഒരേ ഓട്ടം. ഒരുത്തം മാസം കാണിക്കാൻ വേണ്ടി പട്ടീനെ പിടിച്ചിട്ട് എന്തൊക്കെയാ ആക്കണ്ടേ? എപ്പോഴാണ് അവ കടിയിട്ട് ഏതെങ്കിലും സ്ഥലം കണ്ട അപ്പൊ പോയി നിൽക്കും, ഫോട്ടോ എടുക്കും. ഈ പെണ്ണിന്റെ കൂടെ ഇറങ്ങണ്ട എന്റെ കൂടെ വരാൻ നാളില്ലേ എനിക്ക്? ഇവിടെ എല്ലാരും കപ്പിളായിട്ട് വന്നിരിക്കുമ്പോ ഒരു മച്ചാൻ അവിടെ കുറേ നേരം മറ്റേ ഹുക്ക് എറിയും, എന്നിട്ട് ഒരെണ്ണം പിടിക്കും തരും, വീണ്ടും ഹുക്ക് എറിയും ഒരെണ്ണം പിടിക്കും തരും. ഞാൻ എന്തേ ചോദിച്ചപ്പോൾ ഇതാടാ സുഖം. ഗൈസ് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആൾക്ക് ഒടുക്കത്തെ മോട്ടിവേഷൻ. ആളവിടെ കിടന്നിട്ട് ഇത് ആർക്കാണേലും വരയ്ക്കാം, അത് എടുത്തോ, വീഡിയോ എടുത്തോ ഞാൻ അപ്പോൾ വരച്ച് കാണിക്കാമെന്നൊക്കെ ഭയങ്കര മോട്ടിവേഷൻ. അപ്പോൾ പിന്നെ നമ്മൾക്കും ഒരു കണ്ടന്റ് ആയല്ലോ. സെനോടെ കിടന്നിട്ട് അടുത്ത് ഞാൻ വരയ്ക്കട്ടെ. നാട്ടുകാരുണ്ട് ഇപ്പ വാങ്ങാൻ വരുന്നുള്ള ലെവലിലെ വിചാരിക്കും. നോക്കിയേ നല്ല ഫ്രെയിം, നല്ല കിടിലം ഫ്രെയിം. നമ്മളെല്ലാം ആദ്യമായിട്ടല്ലേ, അപ്പോൾ അടുത്ത ലൊക്കേഷനൊന്നും അറിയില്ല. വെറുതെ ഇങ്ങനെ പോയി ചോദിച്ചു പോകും. ഏതെങ്കിലും ഇവിടെ എത്തുമല്ലോ. ഇവിടെയാണെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം പറഞ്ഞു. ഇതിങ്ങനെ വീഡിയോ എടുത്ത് പോകാൻ നല്ല രസമാണ്, പക്ഷേ കണ്ടിരിക്കണവർ മടുക്കും. അതുകൊണ്ട് എല്ലാം ഒന്ന് സ്പീഡാക്കി അതിങ്ങനെ ഫുൾ ക്യാമറ ആയിട്ട് പോകുമ്പോൾ നല്ല കിടിലം ഫീലാണ്. പല പല കളറും പല പല ആൾക്കാരും. ഇതാണ് ആ സ്ട്രീറ്റിൻ്റെ അവസാനം, പരദേശി ജൂയിഷ് മ്യൂസിയം. പിന്നെ ഇൻസ്റ്റയ്ക്ക് സ്റ്റോറി ഇടാൻ പറ്റിയ സ്പോട്ട് ഇതാണ്. പിന്നെ അവിടെ നിന്ന് നല്ലൊരു മ്യൂസിയം. അപ്പോൾ അകത്ത് കയറാൻ വിചാരിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ. എടുത്തു നോക്കാം, പറ്റണമെങ്കിൽ പോട്ടെ എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ എടുത്തു. അപ്പോൾ നല്ല സ്കൾപ്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇതെന്താ ആരും ഒന്നും തടയാത്ത, ഇതൊക്കെ അലോഡാണോ കുഴപ്പമൊന്നും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയപ്പോൾ കറക്റ്റ് ടൈമിൽ ആ ചേട്ടൻ വന്നിട്ട് നിർത്തിക്കോ പറഞ്ഞു. ആ ഒരു ടൈമിങ്ങേ സനുവിന് ആ മൂഡ് വന്നാൽ പിന്നെ അവൻ ഒറ്റയ്ക്ക് നടന്നോളും. എപ്പോഴും എവിടേക്കെങ്കിലും പോകാൻ പറഞ്ഞാൽ ആദ്യം വേണ്ട അത് ശരിയാവില്ല, അത് കുറേ ദൂരമുണ്ട് പറയുന്ന ആൾ തന്നെ. പിന്നെ അവന് ആ മൂഡ് കയറി ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിക്കോളും. കൊള്ളാലോ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒരു കിടിലം മുതലാണത്. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞു, തിരിച്ച് വീട്ടിലേക്ക്. തൃശ്ശൂരിലെ പോകുന്നതുമായി ഗഡി വരുന്നതാണ്. തൃശ്ശൂർ പോകുന്നതുമായി തൃശ്ശൂർ ഗഡി ഇത് കാണുന്നതാണ്. സനുവിൻ്റെ മെയിൻ ഫുഡ് സ്പോട്ട് ചിയാങ്. നന്നായി വിശക്കുണ്ട് പറഞ്ഞിട്ട് കേൾക്കണ്ടവൻ. വാലന്റൈൻസ് ഡേ ആയിട്ട് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഇറങ്ങിയതാ. അപ്പോൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഓടിക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഫോൺ നോക്കി, മാപ്പ് നോക്കി, ഒരാൾക്കാരുടെ വീഡിയോ എടുത്തു. സുഖം ചെയ്തു. ചൂട് ഇടുക്കി നിന്നിട്ട് ബാക്കി എല്ലാം ഒക്കെ ചൂട് മാത്രം പറ്റില്ല. കള്ളം പറയണം, കള്ളം പറയണം. എന്ത് വാലന്റൈൻസ് ഡേ ചെക്കനെ കൂട്ടി ഫുഡ് കഴിക്കുന്നു. ചക്ക എനിക്ക് പെട്ടെന്നില്ലേ? നമ്മളൗട്ടായി. ഫുഡ് കഴിച്ചു കഴിഞ്ഞു. പൈസ ഇടാൻ പറഞ്ഞിട്ട് അവൻ ഇടണില്ല. ബാക്കി വേണോ? പിന്നെ കുറച്ച് കിടിലം വീഡിയോ എടുത്തിട്ടുണ്ട്, അതവന് വേണം. ഞാൻ ലൈക്ക് മാത്രം നന്നായിട്ടാ. അതായത് അവനാണ് എടുത്ത വീഡിയോ. ചില പ്രത്യേക സ്ഥലങ്ങൾ, പ്രത്യേക ആൾക്കാർ ഈ നാട്ടിൽ കാണാൻ കിട്ടാത്തതും കൊച്ചിയിൽ എളുപ്പമായി കാണാൻ പറ്റുന്നതും അതൊക്കെയാണ് അവൻ എടുത്തിരിക്കണം. അപ്പോൾ അത് ഞാൻ എൻ്റെ വ്ളോഗിലിട്ടില്ല. അവൻ പുതിയൊരു ചാനൽ തുടങ്ങി അതിന് വേറെ എന്തെങ്കിലും പേരിടേണ്ടി വരും. അതിട്ടാ പേര് പുറത്ത് പറയാൻ കാണാം. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം.
ഇവനെല്ലാ ദിവസവും ഒരു പാരസെറ്റമോൾ കഴിക്കാണ്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയണേ. പക്ഷേ പിന്നെ നമ്മൾ ഇവനോട് ചോദിക്കുമല്ലോ എന്താ വാങ്ങണേന്ന്. അപ്പോൾ എൻ്റെ മുഖത്തൊരു എക്സ്പ്രഷൻ ഉണ്ട്. അയ്യേ ഞാൻ ഇപ്പൊ പോവും. സനുവിന്റെ കഫേ രാവിലെ 8 to 9 ഇവൻ ഫ്രീ ആണ് അവിടെ. ഇവന്റെ പേര് പറഞ്ഞ ഫ്രീ ഫുഡ്. ഇവിടെ എയർപോർട്ട്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്, ഇവിടെ കഫേ. കഫേയുടെ ഉടമസ്ഥൻ കഫേയുടെ ഉടമസ്ഥൻ ഇവിടെ കഫേ ഇവിടെ. ആണോ ക്ലാരിറ്റി വേണം. നേരത്തെ പറഞ്ഞോണ്ട് അടുക്ക് വെച്ച് എത്തില്ല. ഏതായാലേ കഫേലിരിക്കുക, നല്ല ആംബിയൻസ്, ഓപ്പോസിറ്റിൽ എയർപോർട്ട്. ഇരുന്ന് മെന്റെ കൂടെ അപരാധം പറയാ, ഇരുന്ന് പരദൂഷണം നാട്ടുകാരെ പറ്റി കുറ്റം പറയും. കോട്ടെ നാളെ വീണ്ടും വരാനുള്ളതാ. ബൈ. ശരി, നാളെ വീണ്ടും ഈ മോന്ത കാണാനുള്ളതാ. ബൈ ബൈ പറ. ബൈ 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 ഗൈസ്. നാളെ കാണാം.